ഹലോ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിനെ പറ്റി A to Z കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ലേൺ ടു ട്രേഡ് എന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നമുക്ക് MetaTrader 5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനകത്ത് മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന ഓർഡർ ടൈപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നായിരുന്നു. കൃത്യമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്കി ഉണ്ടായിരുന്ന 4 ഓർഡർ ടൈപ്പിനെ പറ്റിയിട്ടാണ്. ബൈ ലിമിറ്റ് വരുന്നുണ്ട്, ബൈ സ്റ്റോപ്പ് വരുന്നുണ്ട്, സെൽ ലിമിറ്റ് വരുന്നുണ്ട്, സെൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ 4 ഓർഡേഴ്സും എങ്ങനെ പ്രാക്ടിക്കലി നമ്മുടെ MetaTrader 5 പോയി ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു പോകുകയാണ്. ഇത് പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിച്ചത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. നേരെ നമ്മുടെ സ്ക്രീനിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ കറൻ്റ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ MetaTrader 5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനകത്താണ്. ഇപ്പോൾ കറൻ്റ് ഞാൻ കോഡ്സിനകത്താണ് നിൽക്കുന്നത്. ജസ്റ്റ് നമ്മുടെ XAUSDയിലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തേത് ബൈ ലിമിറ്റ് ഓർഡറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബൈ ലിമിറ്റ് ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, കോഡ്സിലേക്ക് വന്നു. XAUSDയിലാണ് ഞാൻ ആ ഒരു ബൈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, XAUSDയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ ന്യൂ ഓർഡർ വന്നിട്ടുണ്ട്. ജസ്റ്റ് ന്യൂ ഓർഡർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മേളിൽ തന്നെ മാർക്കറ്റ് എക്സിക്യൂഷൻ നമുക്ക് കാണാം. കാരണം നമ്മളിപ്പോൾ പ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത് മാർക്കറ്റ് എക്സിക്യൂഷൻ അല്ല, ബൈ ലിമിറ്റ് ഓർഡറാണ് നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്ത് ചെയ്യുക, മാർക്കറ്റ് എക്സിക്യൂഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഓർഡർ ടൈപ്പും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബൈ ലിമിറ്റ് ഉണ്ട്, സെൽ ലിമിറ്റ് ഉണ്ട്, ബൈ സ്റ്റോപ്പ് ഉണ്ട്, സെൽ സ്റ്റോപ്പ് ഉണ്ട്. 4 പ്രധാനപ്പെട്ട ഓർഡർ ടൈപ്പ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാനിപ്പോൾ ബൈ ലിമിറ്റാണ് ആദ്യം തന്നെ പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തൊട്ട് താഴെ നമ്മുടെ ലോട്ട് സൈസ് ചോദിക്കുന്നുണ്ട്. 0.01 തന്നെ ഞാൻ അവിടെ കൊടുക്കുന്നു. നിലവിലുള്ള എക്സ്ചേഞ്ച് റേറ്റാണ് നമുക്കിത് ഇവിടെ കാണാൻ കഴിയുന്നത്. 4563 നിലവിലുള്ള എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബൈ ലിമിറ്റിനെ പറ്റിയിട്ട്? നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഒരു പെയറിനെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ബൈ ലിമിറ്റ് യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നിലവിലുള്ള വില എക്സ്ചേഞ്ച് റേറ്റ് ഇപ്പോൾ ഉള്ളത് എത്രയാണ്? 4560 അറൗണ്ട് 63 ഇപ്പോൾ ഉള്ളത്, 4563. അപ്പോൾ അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ബൈ ലിമിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്ന ഭാഗത്താണ് എത്ര രൂപയ്ക്കാണ് നമുക്ക് വേണ്ടത്. അതായത് 4563 നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് മേടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു 4500 കൊടുക്കുന്നു. 4500 എനിക്ക് ഈ XAUSD കിട്ടിക്കഴിഞ്ഞാൽ മേടിക്കാം എന്നാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിലവിലുള്ള വില 4561, അതേസമയം എനിക്ക് വേണ്ട വില 4500. അതായത് നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാനാണ് ബൈ ലിമിറ്റ് കൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന പ്രൈസ്, അതായത് 4500 എന്നാണ് ഞാൻ ഈ പ്രൈസിൽ കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസിൽ കൊടുക്കുന്ന വിലയേക്കാളും കുറഞ്ഞ വിലയായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ്. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ പ്രൈസ് കൊടുക്കാനായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈസിൽ കൊടുത്ത വിലയേക്കാളും കുറവായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രൈസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 4000 കൊടുക്കുന്നു. ഇനി ടേക്ക് പ്രോഫിറ്റ് ആണെങ്കിലോ, നമ്മൾ ഈ ഒരു പ്രൈസിൽ 4500 ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ആ പ്രൈസിൽ കൊടുത്തിരിക്കുന്ന വിലയേക്കാളും കൂടുതലായിരിക്കണം നമ്മൾ ടേക്ക് പ്രോഫിറ്റ് പ്രൈസായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 5000 കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാനാണ് ബൈ ലിമിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വില പ്രൈസിൽ കൊടുത്തു. അതിനേക്കാളും കുറഞ്ഞ വിലയാണ് ബൈ ഓർഡർ ആയതുകൊണ്ട് തന്നെ അതിനേക്കാളും പ്രൈസിൽ കൊടുത്ത വിലയേക്കാളും കുറവാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. പ്രൈസിൽ കൊടുത്ത വിലയേക്കാളും കൂടുതലാണ് നമ്മൾ ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യുക, പ്ലേസ് ക്ലിക്ക് ചെയ്യുക. പ്ലേസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഓർഡർ ഇവിടെ പ്ലേസ് ആയി കിടക്കുന്നുണ്ട്. നേരെ ട്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് കഴിയും. ബൈ ലിമിറ്റ് 4500 ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് 4000, അതേസമയം ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് 5000. കൃത്യമായിട്ട് എനിക്കിത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കണ്ടോ, ഇത് പെൻഡിങ് ഓർഡറാണ്. എപ്പോഴാണോ ഞാൻ ഈ കൊടുത്ത 4500 എത്തുന്നത് ആ സമയത്ത് മാത്രമേ ഇത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അതുവരെ എന്ത് ചെയ്യും, ഇതുപോലെ ഒരു പെൻഡിങ് ഓർഡർ ആയിട്ടായിരിക്കും ഇവിടെ കിടക്കുന്നത്. എപ്പോഴേ എക്സിക്യൂട്ട് ആകത്തുള്ളൂ, നമ്മൾ കൊടുത്ത ആ പ്രൈസിൽ കൊടുത്ത വില 4500 എപ്പോൾ എത്തുന്നോ ആ സമയത്ത് മാത്രമേ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അതുവരെ ഇതൊരു പെൻഡിങ് ഓർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാനാണ് ബൈ ലിമിറ്റ് ഓർഡർ നമ്മളിപ്പോൾ യൂസ് ചെയ്തത്. ഇനി അടുത്തൊരു സെൽ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്താലോ? നേരെ ഞാൻ കോഡ്സിലേക്ക് വരുന്നു. XAUSD തന്നെ ഞാനൊന്ന് പ്ലേസ് ചെയ്യുവാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഓർഡർ ക്ലിക്ക് ചെയ്യുക. മാർക്കറ്റ് എക്സിക്യൂഷൻ ചേഞ്ച് ആക്കിയിട്ട് അവിടെ സെൽ ലിമിറ്റ് ഓർഡർ. എന്തിനു വേണ്ടിയിട്ടാണ് സെൽ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നത്? നിലവിലുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്ക് ഷോർട്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക, ഇപ്പോഴുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്ക് ഷോർട്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
സെൽ ലിമിറ്റ് ഓർഡർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. തൊട്ട് താഴെ ലോട്ട് സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിലവിലുള്ള വില അതിനേക്കാളും കൂടിയ വിലയിലാണ് എനിക്ക് ഷോർട്ട് സെൽ ചെയ്യേണ്ടത്. ഇപ്പോഴുള്ള വില നോക്കുവാണെങ്കിൽ 4564 കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനേക്കാളും കൂടിയ വിലയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, പ്രൈസിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ പ്രൈസിൽ 5000 കൊടുക്കുന്നു. ഓക്കെ, പ്രൈസിൽ 5000 കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് സെല്ലിംഗ് ആണ്. സെൽ ഓർഡറിന് എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത്, കൂടിയ വിലയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ കൂടിയ വിലയിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഞാൻ 6000 എൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. ഇനി പ്രൈസിൽ കൊടുത്ത വിലയേക്കാളും കുറഞ്ഞ വിലയായിരിക്കണം നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 4000 കൊടുക്കുന്നു. 4000 എൻ്റെ ടേക്ക് പ്രോഫിറ്റ് ഞാൻ സെറ്റ് ചെയ്തു. ശ്രദ്ധിക്കുക, ഇപ്പോഴുള്ള വിലയേക്കാളും കൂടിയ വിലയിൽ ഷോർട്ട് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽ ലിമിറ്റ് എന്ന ഓർഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നിലവിലുള്ള വില 4562 ആയിരുന്നു. അതിനേക്കാളും കൂടിയ വിലയാണ് ഞാനിപ്പോൾ പ്രൈസിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഷോർട്ട് സെല്ലിംഗ് ആയതുകൊണ്ടാണ് അതിനേക്കാളും ആ പ്രൈസിൽ കൊടുത്ത വിലയേക്കാളും കൂടിയ വില നമ്മൾ സ്റ്റോപ്പ് ലോസും ആ പ്രൈസിൽ കൊടുത്ത വിലയേക്കാളും കുറഞ്ഞ വില നമ്മൾ ടേക്ക് പ്രോഫിറ്റും സെറ്റ് ചെയ്യേണ്ടി വന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്ലേസ്. ഇതും നമ്മുടെ ട്രെയിനിലേക്ക് വന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ പെൻഡിങ് ഓർഡർ ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 5000 നമ്മൾ ആ ഒരു സെൽ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 6000 എൻ്റെ സ്റ്റോപ്പ് ലോസ്, 4000 എൻ്റെ ടേക്ക് പ്രോഫിറ്റ് എന്ന് കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എപ്പോഴാണോ നമ്മൾ ആ പ്രൈസിൽ കൊടുത്തിരിക്കുന്ന വിലയിലേക്ക് എത്തുന്നത് ആ സമയത്ത് മാത്രമേ ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അതുവരെ ഇതുപോലെ പ്ലേസ്ഡ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു പെൻഡിങ് ഓർഡർ ആയിട്ടായിരിക്കും ഇവിടെ കിടക്കുന്നത്. ഇനി അടുത്തത് ബൈ ലിമിറ്റ് ഓർഡർ ആണ്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, കോട്ട്സിലേക്ക് വരുന്നു, XIUSD ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ഓർഡർ ക്ലിക്ക് ചെയ്യുന്നു, മാർക്കറ്റ് എക്സിക്യൂഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ബൈ സ്റ്റോപ്പ് ഓർഡർ ആക്കുന്നു. ബൈ സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ 0.01 ലോട്ട് തന്നെയാണ്. ഇപ്പോൾ നിലവിലുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്ക് മേടിക്കാൻ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിലവിലുള്ള വില 4562 ആണ്. അപ്പോൾ അതിനേക്കാളും കൂടിയ വിലയാണ് എന്ത് ചെയ്യേണ്ടത്, ബൈ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 5000 രൂപ ഈ പ്രൈസിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോഴുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്ക് മേടിക്കാനാണ് ബൈ സ്റ്റോപ്പ്. അപ്പോൾ പ്രൈസിൽ ഞാൻ 5000 കൊടുത്തിട്ടുണ്ട്. ബൈ ഓർഡർ ആണല്ലേ, ബൈ സ്റ്റോപ്പാണ്. അത് ബൈ ഓർഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രൈസിൽ കൊടുത്ത വിലയേക്കാളും കുറഞ്ഞ വിലയായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഞാനൊരു 4000 എൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു. ടേക്ക് പ്രോഫിറ്റ് ആണെങ്കിലോ ആ പ്രൈസിൽ കൊടുത്ത വിലയേക്കാളും കൂടിയ വിലയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടേക്ക് പ്രോഫിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 6000 രൂപ ഇവിടെ എൻ്റെ ടേക്ക് പ്രോഫിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നിലവിലുള്ള വിലയേക്കാളും കൂടിയ വിലയ്ക്ക് മേടിക്കാനാണ് ബൈ സ്റ്റോപ്പ് എന്ന ഓർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിലവിലുള്ള വിലയേക്കാളും കൂടിയ വിലയാണ് ഞാൻ പ്രൈസിൽ കൊടുക്കേണ്ടത്. ആ പ്രൈസിൽ കൊടുത്തിരിക്കുന്ന വിലയേക്കാളും കുറവായിരിക്കണം എൻ്റെ സ്റ്റോപ്പ് ലോസ്. ആ പ്രൈസിൽ കൊടുത്ത വിലയേക്കാളും കൂടുതലായിരിക്കണം എൻ്റെ ടേക്ക് പ്രോഫിറ്റ് ഞാൻ സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യുക, പ്ലേസ് ക്ലിക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ബൈ സ്റ്റോപ്പ് ഓർഡർ ഇവിടെ പെൻഡിങ് ഓർഡർ ആയിട്ട് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. 5000 എൻ്റെ പ്രൈസ്, ലിമിറ്റ് പ്രൈസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് 4000, ടേക്ക് പ്രോഫിറ്റ് 6000 കൃത്യമായിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എപ്പോഴാണോ നമ്മൾ ഈ പ്രൈസിൽ കൊടുത്തിട്ടുള്ള വിലയിലേക്ക് എത്തുന്നത് ആ സമയത്ത് മാത്രമേ നമ്മുടെ ബൈ സ്റ്റോപ്പ് എന്ന ഓർഡർ ട്രിഗർ ആകത്തുള്ളൂ. അതുവരെ ഇതുപോലെ പെൻഡിങ് ഓർഡർ ആയിട്ട് പ്ലേസ്ഡ് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. ഇനി നാലാമത്തെ ഒരു ഓർഡർ ടൈപ്പ് ആയിരുന്നു സെൽ സ്റ്റോപ്പ് ഓർഡർ. അപ്പോൾ നേരെ ഞാൻ എൻ്റെ കോട്ട്സിലേക്ക് വരുന്നു, XIUSD ക്ലിക്ക് ചെയ്യുക, ന്യൂ ഓർഡർ ക്ലിക്ക് ചെയ്യുക, അവിടെ എന്ത് ചെയ്യുക, മാർക്കറ്റ് എക്സിക്യൂഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സെൽ സ്റ്റോപ്പ് ഓർഡർ ആക്കുക. അതിനുശേഷം ലോട്ട് സൈസ് 0.01 തന്നെ പ്ലേസ് ചെയ്യുന്നതാണ് നല്ലത്. എന്തിനു വേണ്ടിയിട്ടാണ് സെൽ സ്റ്റോപ്പ് ഓർഡർ യൂസ് ചെയ്യുന്നത്, നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഷോർട്ട് സെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, നിലവിലുള്ള വില 4561 4561 നിലവിലുള്ള വില. അതിനേക്കാളും കുറഞ്ഞ വിലയാണ് ഞാൻ എൻ്റെ പ്രൈസിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 4000 കൊടുക്കുന്നു. ഇനി ഷോർട്ട് സെല്ലിംഗ് ആണ്, സെൽ സ്റ്റോപ്പ് സെൽ ഓർഡർ ആണ്, ഷോർട്ട് സെല്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പ്രൈസിൽ കൊടുക്കുന്ന വിലയേക്കാളും കൂടുതലായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രൈസിൽ കൊടുത്ത വിലയേക്കാളും കൂടിയ വില ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഇനി പ്രൈസിൽ കൊടുത്ത വിലയേക്കാളും കുറഞ്ഞ വില വേണം ഞാൻ എന്ത് ചെയ്യേണ്ടത്, എൻ്റെ ടേക്ക് പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു 3000 രൂപ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, സെൽ ഓർഡർ ആണ്, ഷോർട്ട് സെല്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസിൽ കൊടുത്ത വിലയേക്കാളും കൂടിയ വിലയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. പ്രൈസിൽ കൊടുത്ത വിലയേക്കാളും കുറഞ്ഞ വിലയാണ് നമ്മൾ ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് പ്ലേസ് ക്ലിക്ക് ചെയ്യുക. ഇതും പെൻഡിങ് ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ 4000 രൂപയിലായിരുന്നു നമ്മൾ ആ ഒരു പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേസമയം നമ്മുടെ സ്റ്റോപ്പ് ലോസ് 5000 ടേക്ക് പ്രോഫിറ്റ് 3000 ഇതെല്ലാം കൃത്യമായിട്ട് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. എപ്പോഴാണോ നമ്മൾ ആ പ്രൈസിൽ കൊടുത്ത 4000 എന്ന് പറയുന്ന ആ ഒരു വിലയിലേക്ക് എത്തുന്നത് ഓട്ടോമാറ്റിക്കലി ആ സമയത്തായിരിക്കും നമ്മുടെ ഓർഡർ ട്രിഗർ ആകുന്നത്. അതുവരെ ഇതൊരു പെൻഡിങ് ഓർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്.
അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഓർഡർ ടൈപ്പിനെ പറ്റിയിട്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയത് ബൈ ലിമിറ്റ് എങ്ങനെ പ്ലേസ് ചെയ്യാം, സെൽ ലിമിറ്റ് എങ്ങനെ പ്ലേസ് ചെയ്യാം, ബൈ സ്റ്റോപ്പ് എങ്ങനെ പ്ലേസ് ചെയ്യാം, അതുപോലെ തന്നെ സെൽ സ്റ്റോപ്പ് എങ്ങനെ പ്ലേസ് ചെയ്യാമെന്നായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 4 ഓർഡർ ടൈപ്പും. എപ്പോഴൊക്കെയാണ് ഈ ഒരു ഓർഡർ ടൈപ്പ് യൂസ് ചെയ്യേണ്ടത്, ബൈ ലിമിറ്റ് എപ്പോൾ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ബൈ സ്റ്റോപ്പ് ഓർഡർ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ടെക്നിക്കൽ അനാലിസിസിലൂടെയാണ് എപ്പോൾ നമ്മൾ മേടിക്കണം, എപ്പോൾ വിൽക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം, എവിടെ നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് വയ്ക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ടെക്നിക്കൽ അനാലിസിസിലൂടെയാണ്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു ഓർഡർ ടൈപ്പ് പഠിച്ച് മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. കൃത്യമായിട്ട് ഈ ഒരു സീരീസ് കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എങ്ങനെ പ്രൊഫഷണലി നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. എങ്ങനെ ഒരു കറൻസി പെയർ മേടിക്കാം, വിൽക്കാം, ഓർഡർ ടൈപ്പുകളെ പറ്റി മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എപ്പോൾ മേടിക്കണമെന്ന് പഠിച്ചിട്ടില്ല, എവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണമെന്ന് പഠിച്ചിട്ടില്ല, എവിടെ ടേക്ക് പ്രോഫിറ്റ് വയ്ക്കണമെന്ന് പഠിച്ചിട്ടില്ല. അതെല്ലാം ഇനി വരുന്ന സെഷനിലായിരിക്കും പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പ്രാക്ടിക്കലി ഇതൊന്ന് വർക്കൗട്ട് ചെയ്യുക. കാരണം ഇത് പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ട ഒന്നാണ്. ഒരിക്കലും അല്ലാതെ തിയററ്റിക്കലി മാത്രം മനസ്സിലാക്കി പോകേണ്ടതല്ല. പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിച്ച് അത് ക്ലിയർ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെനിക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് തരാനായിട്ട് സാധിക്കും. നിങ്ങളെ ഗൈഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസ്, ഒരുപാട് എഡ്യൂക്കേഷണൽ വീഡിയോസ് വരുന്നുണ്ട്. കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക, കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോവുക.